എനിക്ക് ഇത്രയും ദേഷ്യവും അതുപോലെ തന്നെ എന്താ പറയാ വാശിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ ചെന്നിട്ടാണ്. അവള് വേറെന്തോ പരിപാടിക്കാണ് പോകുന്നത്, പാതിരാത്രിയൊക്കെയാണ് കയറി വരുന്നത്. നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, പിടിക്കുന്നില്ല, നിങ്ങൾ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ സ്കൂളിൽ ആയിട്ട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പല ഒന്നും ചെയ്യാത്ത ജോലികളില്ല. വീട്ടിൽ നിങ്ങൾക്ക് അപ്പോൾ വെറുതെ പിള്ളേരെ കൊണ്ട് കൈയും കാലിട്ട് പൊക്കിയാൽ പോരെ, നിങ്ങൾക്ക് എന്താ ഇത്ര പഠിക്കാനുള്ളത്? നമ്മൾ ആരെയും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ബിഗ് ബോസ്. ഇവളെന്തെങ്കിലും അയച്ചു വിട്ടേക്കണേ? നീ ഒരു പെണ്ണല്ലേ, നിനക്ക് പെൺകുട്ടികളെ പോലെ മര്യാദക്ക് നടന്നൂടെ? എന്തിനെങ്കിലും ബുള്ളറ്റൊക്കെ ഓടിച്ച് നടക്കുന്നത്? എനിക്ക് ശരിക്കും നാണക്കേടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റസ്മിൻ ബായ്. ഞാൻ എറണാകുളം മട്ടാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും. ഞാൻ ഇപ്പോഴത്തെ മലയാളം ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചറാണ്, കൂടാതെ ഒരു റൈഡറാണ്. ചെറുപ്പം മുതലേ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്സ് പോലെയുള്ള ഒരുപാട് ഡയലോഗ്സ് എല്ലാം കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ലുക്കും എൻ്റെ ഈ സ്റ്റൈലും എൻ്റെ നടത്തവും ഇരുത്തൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ടാവും. ഈ സെയിം തോട്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും ശരി, എൻ്റെ അയൽവാസികളാണെങ്കിലും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആണെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുന്നത്. ഞാൻ ചെറുപ്പം മുതലേ സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്തും എൻ്റെ ഉമ്മി ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും എന്താ ഈ കുട്ടീനെ ഇങ്ങനെ അയച്ചിട്ട് നടക്കുന്നത്? ഇപ്പോൾ സ്പോർട്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. പക്ഷെ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ ഈ ഷോർട്സ് ഒക്കെ ഇടിക്കുന്നത്? ഇവളൊരു പെൺകുട്ടിയല്ലേ, ഇവളൊരു മുസ്ലിം അല്ലേ, എന്തിനാ നീ ഇങ്ങനെ ഇവളിങ്ങനെ അയച്ചു വിട്ടേക്കുന്നത്? അപ്പോൾ സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സ്പോർട്സിന് വേണ്ടി പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഇരുന്ന് കുറ്റം പറയാറുണ്ട്. പക്ഷെ ആ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ അതൊക്കെ തിരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ എൻ്റെ ഒരു 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ട്രാവലിംഗ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുമായിരുന്നു. ആ സമയം മുതലേ ട്രാവലിംഗ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന എന്നെ അവർ പല രീതിയിൽ പല മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ കയറിയപ്പോൾ അടുത്തൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവളെ കെട്ടിക്കാറായില്ലേ ഈ ഒരു ചോദ്യം കേട്ട് മടുത്തു. അപ്പോൾ എൻ്റെ ദീദി, അതായത് എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് 19 വയസ്സിലാണ്. അപ്പോൾ ചേച്ചി 18 വയസ്സായപ്പോൾ മുതൽ ചേച്ചിക്ക് ഇങ്ങനെ കല്യാണ ആലോചനകൾ വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേച്ചീനെ പെണ്ണ് കാണാൻ വരുന്ന സമയത്തൊക്കെ എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തും. കാരണം ചേച്ചി കുറച്ചും കൂടി എന്നെക്കാളും കുറച്ചുകൂടി ചെറുതായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആൻഡ് സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ കല്യാണാലോചനകൾ ദീദിക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അനുഭവിച്ച കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളുണ്ടായിരുന്നു. അത് കൂടുതൽ അഫക്റ്റ് ചെയ്തത് എൻ്റെ ചേച്ചീനെ തന്നെയാണ്. കാരണം അവിടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ദീദിക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തിക്ക് ആലോചനകൾ വരുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തേക്ക് അത് ചെറിയ രീതിയിൽ എന്നോട് ഓപ്പണായിട്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവന്റ് മാനേജ്മെന്റിൽ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത്യാവശ്യം ലോങ് ഒക്കെ ട്രാവൽ ചെയ്യായിരുന്നു. ഇവൻ കേരളത്തിന് പുറത്തൊക്കെ ട്രാവൽ ചെയ്ത് പോവായിരുന്നു. ആ സമയത്ത് എൻ്റെ റിലേറ്റീവ്സും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉമ്മീനോടും അല്ലെങ്കിൽ ഫാമിലി അബ്ബാനോടൊക്കെ വന്ന് പറയുന്നത്, അവള് വേറെന്തോ പരിപാടിക്കാണ് പോകുന്നത്, പാതിരാത്രിയൊക്കെയാണ് കയറി വരുന്നത്, നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, പിടിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ ഒന്ന് നോക്കിക്കൂടെ, സ്വന്തം മോളല്ലേ, ഇങ്ങനെയുള്ള ഡയലോഗ്സും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ആണെങ്കിലും എൻ്റെ വിനോദങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും എനിക്കൊരു എന്താ പറയുക ഒരു തടം എന്താ പറയുക ഒരു ബ്രേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബ്രദർ, ഇപ്പം ഞാൻ ബൈക്ക് ഓടിക്കാൻ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് സ്കൂട്ടറിനോടും ബൈക്കിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ, ലൈസൻസ് എടുത്ത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ബൈക്കൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അനിയന് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അവനെയും കുറ്റം പറയാൻ പറ്റില്ല, അവൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് അവനക്ക് ആ പ്രഷർ കൊടുക്കുന്നത്. ബൈക്കൊക്കെ ഓടിച്ച് നടക്കുമ്പോൾ അവൻ വന്നിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ആപ്പ എന്തിനാണ് ഇങ്ങനെ ബൈക്ക്, എൻ്റെ അനിയൻ എന്നെ ആപ്പാന്നാണ് വിളിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് നടക്കുന്നത്, എനിക്കാണ് നാണക്കേട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കാണ്, മര്യാദക്ക് പെൺകുട്ടികളെ പോലെ നടന്നൂടെ, ബൈക്ക് ഓടിക്കുന്നതിൽ എന്തിനാണ് ഇപ്പോൾ ജെൻഡർ വ്യത്യാസം എന്ന് ഞാൻ അവരെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ BPED ആണ് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പോഴും വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ, ഡിഗ്രി കഴിഞ്ഞില്ല, ഇനി കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. ഈ ഒരു ചോദ്യത്തിനോട് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ തന്നെ അതിനൊരു ഉദാഹരണമുണ്ട്. ഇപ്പം എൻ്റെ ദീദിയുടെ കല്യാണം കഴിഞ്ഞു, ദീദി പഠിച്ചു, പക്ഷെ ഒരു ജോലി ഇല്ലാണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് പഠിക്കണമെന്ന് ഞാൻ തന്നെ വാശി പിടിച്ച് BPEdും MPEdും ഞാൻ പഠിച്ചു. ആ സമയത്തും ഇതുപോലെ തന്നെ കല്യാണത്തിന്റെ പ്രഷർ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഉമ്മി തന്നെയാണ്. ഉമ്മി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത്. പക്ഷെ ഉമ്മിയുടെ ലൈഫ് അത്ര ഒട്ടും സ്മൂത്ത് ആയിരുന്നില്ല. അപ്പോൾ ഉമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരാളാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഉമ്മി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എൻ്റെ ഉമ്മി ഇതുവരെ ഇപ്പോൾ കൂടിയാണെങ്കിലും ഉമ്മിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉമ്മിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം മേടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു വസ്ത്രം മേടിക്കുകയോ ഇതൊന്നും ഉമ്മി ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോഴും എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഉമ്മി ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ സ്കൂളിൽ ആയിട്ട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉമ്മി ചെയ്യാത്ത ജോലികളില്ല. അപ്പോൾ ഒരുപാട് ജോലികൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന ഒരാളെയാണ്, അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഉമ്മി ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതമോ, അല്ലെങ്കിൽ ഉമ്മി ആഗ്രഹിച്ച പോലത്തെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഠായി അല്ലെങ്കിൽ എന്ത് ഉമ്മിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം പോലും മേടിച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉമ്മിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഉമ്മിക്ക് കിട്ടാത്തൊരു ലൈഫ് അതുപോലെ ഉമ്മിയുടെ ലൈഫ് പോലെ ആവരുത് ഉമ്മിയുടെ മക്കളുടെ എന്നുള്ള ഒരു തോട്ട് ഉമ്മിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇവർ കണ്ടും മനസ്സിലാക്കി വളർന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മിയാണെങ്കിലും മുസ്ലിംസ് ഇത്ര സമയത്തിനുള്ളിൽ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറെന്തോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും, അങ്ങനത്തെ ഒരു ചിന്ത ഉമ്മിക്കും ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഉമ്മിയുടെ ഭാഗത്തുനിന്നും ചെറിയൊരു പ്രഷർ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ അത് മാനേജ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഈ കാണുന്ന പോലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായും, അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണാൻ കഴിയുന്നു. ഈ ഒരു ജേണിയെ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളെല്ലാം കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ തന്നെ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് മാറിയത്. പക്ഷെ അവിടെയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, അവിടെയും ഈസി അല്ല. കാരണം നമ്മളൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ആർക്കും അങ്ങനെ അത്ര വലിയ എന്താ പറയുക ഭയങ്കര പുച്ഛം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ PT അല്ലേ, PT നിങ്ങൾക്ക് അപ്പോൾ വെറുതെ പിള്ളേരെ കൊണ്ട് കൈയും കാലിട്ട് പൊക്കിയാൽ പോരെ, നിങ്ങൾക്ക് എന്താ ഇത്ര പഠിക്കാനുള്ളത്? പക്ഷെ ഒരുപാട് തിയറീസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ഒക്കെ പഠിക്കാനുണ്ട് എന്നുള്ള ബോധം ഇവിടെ പലർക്കും ഇല്ല. അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻ്റ് ആണ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് അവരെ ഒരു ടൈമിങ് വരുന്നത്. കാരണം രാവിലെ ആക്ടിവിറ്റി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് തിയറി ക്ലാസ്സുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈവനിങ് ആക്ടിവിറ്റി, ഗെയിംസ് കാര്യങ്ങളെല്ലാം പഠിക്കണം. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്, സെമിനാർ, അതുപോലെ തന്നെ തീസിസ്, റിസർച്ച്, ഇതെല്ലാം ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു വില വളരെ എന്താ പറയുക ഒട്ടും ഭയങ്കര ഡീഗ്രേഡ് ആയിട്ടുള്ള ഒരു വിലയാണ് മിക്ക സ്കൂളുകളിലും അതുപോലെ തന്നെ പല കോളേജുകളിലും കാണാൻ കഴിയുന്നത്. സ്കൂളിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിൽ എന്നെ അത് ബാധിച്ചിട്ടില്ല, കാരണം ഞാൻ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ടീച്ചറാണെന്നുള്ള ബോധം ആ ഒരു എന്താ പറയുക അവർക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം രാവിലെ വരുമ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് പിള്ളേർ വരുമ്പോൾ പിള്ളേരെ വരിയായിട്ട് കയറ്റി വിടണം. ഇതൊക്കെ ടീച്ചേഴ്സ് ചെയ്യേണ്ട പണിയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മളും ടീച്ചേഴ്സാണ്. നമ്മൾ അവരെ പഠിപ്പിക്കുക. ഒരു കുട്ടിയിലെ ഏറ്റവും ഒരു കുട്ടിയുടെ ടാലന്റ് കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മിക്ക സ്ഥലങ്ങളിലും അതൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയിരിക്കും. ആ കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരെ വളർത്തിയെടുക്കാം എന്നൊക്കെ ട്രെയിൻ ചെയ്യാം എന്നൊക്കെ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. പക്ഷെ അവർക്ക് ഇന്നും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ആൾക്കാരും അതുപോലെ തന്നെ കോളേജ് സ്കൂളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് വരുന്നത്. അപ്പോൾ ഒരു കോമണറായിട്ടാണ് ഞാൻ അതിൽ അപ്ലൈ ചെയ്തത്. പക്ഷെ അവിടെയും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പുറത്ത് കാണുന്നത് പോലെ അല്ല ശരിക്കും ബിഗ് ബോസ്. അതിൻ്റെ അകത്ത് നടക്കുന്ന അതൊരു വേറൊരു ലോകമാണ്. ഇപ്പം എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇത്രയും ദേഷ്യവും അതുപോലെ തന്നെ വാശിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ ചെന്നിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പഠിച്ചു. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിതമായി ആരെയും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ ഇപ്പൊ കാണിക്കുന്നതൊന്നും റിയൽ അല്ല, അല്ലെങ്കിൽ നമ്മൾ ആരെയും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ബിഗ് ബോസ്. അപ്പൊ ഇനിയും എനിക്ക് ഇതുപോലെ ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂൾ ലെവലിലാണെങ്കിലും കോളേജ് ലെവലിലാണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും
ഞാനായിട്ട് എടുത്ത ഒരുപാട് തീരുമാനങ്ങൾ കൊണ്ടാണ് എനിക്ക് അത്യാവശ്യം കുറച്ച് അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ലൈഫിൽ. നമ്മൾ എന്തെങ്കിലും ആയി തീരണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരാൾ പോലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും. കുറച്ച് പേര് കുറച്ച് സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ അവരവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും പോകും. ഫൈനലി നമ്മൾ മാത്രമായിരിക്കും, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു തോട്ടിൽ തന്നെയാണ്. എന്നെ എത്ര ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തില്ല, അത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തന്നെ ഉറച്ച തീരുമാനം എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആയി തീരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുക, നിങ്ങളുടെ കംഫർട്ട് സോൺ പൊളിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. എൻ്റെ ലൈഫിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ ഒരു രീതിയിൽ ഒതുങ്ങി പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് എൻ്റെ ഉമ്മീനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആവരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ജോഷ് ടോക്കിൻ്റെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും എന്തെങ്കിലും ചെയ്യാം. പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഒതുങ്ങി പോകണം, അല്ലെങ്കിൽ അയ്യോ പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്താൽ അത് ശരിയാവോ, സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താവണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നാട്ടുകാരോ വീട്ടുകാരോ അല്ല നമുക്ക് വേണ്ടി നമ്മുടെ കാര്യം തീരുമാനിക്കണം. നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ പെൺകുട്ടിയാണെന്നുള്ള ചിന്ത മാറ്റി വെച്ച് നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നിലേക്ക് വരിക. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So download the app today.